ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്ററായിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ആണ്. 1601 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത്. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. അപ്പോൾ ഈ അയച്ച 4 കപ്പലുകൾ ഏതൊക്കെയാണ്? അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ ഈ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്നും 1604 അപ്പോൾ ആദ്യത്തെ ഈസ്റ്റ് ഇൻഡീസിലേക്ക് 1601 പോയത്. രണ്ടാമത്തത് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്നു. ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി. കമ്പനിയുടെ ലാഭം മുതൽ മുടക്കിന് 95%. അപ്പോൾ അന്ന് മുതലാണ് ഇതാണ് 1601 1604 നടത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി അവിടെയുള്ള റോ മെറ്റീരിയൽസും കുരുമുളക്, അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ, അവിടെയുള്ള കുരുമുളക്, അതുപോലെ തന്നെ പിന്നെന്താണ് ഗ്രാമ്പൂ, ജാതിക്ക, ആ കാര്യങ്ങളൊക്കെ അവരവിടെ നിന്ന് കയ്യേറി ഇംഗ്ലണ്ടിലെത്തിച്ച് ലാഭം കൊയ്യുകയായിരുന്നു അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ട് സ്ഥാപിച്ച ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിൽക്കാലത്ത് പരിശ്രമങ്ങൾ തുടർന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. നമ്മളടങ്ങുന്ന ഏഷ്യൻ ഭൂഖണ്ഡം. ഏഷ്യ എന്ന് പറയുന്നൊരു ഭൂഖണ്ഡം അറിയാമല്ലോ. അപ്പോൾ ഏഷ്യ, നമ്മൾ ഇന്ത്യ അടക്കമുള്ള ഭൂഖണ്ഡത്തിലേക്ക് ഈ യൂറോപ്യൻ്റെ വ്യാപാര ബന്ധം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്കുദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. അങ്ങനെ അപ്പോൾ ഇവർക്കിപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് വരാൻ ഒരു പാത വേണമല്ലോ. അതാണ് ഇവിടെയാണ് യൂറോപ്പ് കിടക്കുന്നത്. ഈ യൂറോപ്പിൽ നിന്നും സമുദ്രപാത എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലൂടെ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു പാതയാണ് സമുദ്രപാത എന്ന് പറയുന്നത്. ആ സമുദ്രപാത യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി ഒരു പാത ഉറപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? ഇങ്ങനെ ഒരു പാത കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം, അതായത് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. അപ്പോൾ ഈ യൂറോപ്യർക്ക് കപ്പൽ നിർമ്മാണത്തിലും അതുപോലെ തന്നെ കപ്പൽ യാത്രയിലുമൊക്കെ അതീവ വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. അപ്പോൾ അവർക്ക് ഏതിലൂടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ എത്താമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിജ്ഞാനമുണ്ടായിരുന്നു. ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. അപ്പോൾ ഈ കപ്പലിലൂടെയൊക്കെ പോകുമ്പോൾ ദിശ എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ ദിശ കണ്ടെത്താനും അതുപോലെ തന്നെ ഈ കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലെ ഈ യൂറോപ്യർ ഭയങ്കര പുരോഗതി ഉണ്ടായിരുന്നു. പുതിയ പ്രദേശങ്ങളുടെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ പകർന്ന അറിവ്. അപ്പോൾ ഈ ഏഷ്യ അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ അതീവ സമ്പത്തുണ്ട്, അതീവ കുരുമുളക് പോലെയുള്ള അതുപോലെ തന്നെയുള്ള സമ്പത്തുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടൊരു വ്യാപാര ബന്ധം ഉറപ്പിക്കാമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതുപോലെയുള്ളൊരു സമുദ്രപാത അവർ കണ്ടെത്താൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത. അപ്പോൾ ഏഷ്യയിലുള്ള ഈ കുരുമുളക് അടക്കമുള്ള കാര്യങ്ങളുടെ യൂറോപ്പിൽ ആ കുരുമുളക് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത വലിയൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ? യൂറോപ്പിനും അതുപോലെ തന്നെ ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ
കരമാർഗമുള്ള ഒരു വ്യാപാര ബന്ധം എന്ന് പറയുന്നത് ഇതുവഴിയായിരുന്നു. വ്യാപാര ബന്ധം ഇത് 1453 എന്താ സംഭവിച്ചത്? തുർക്കികൾ ഇവിടം പിടിച്ചെടുക്കുകയും ഇതുവഴിയുള്ള യൂറോപ്പിലൂടെ വ്യാപാര ബന്ധം തുടങ്ങി. അപ്പോൾ കരമാർഗമുള്ള, അപ്പോൾ ഇവിടെ യൂറോപ്പ് കിടക്കുന്നുണ്ട്, ഇവിടെ ഏഷ്യ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് യൂറോപ്പിനും ഏഷ്യയ്ക്കും തമ്മിലുള്ള കരമാർഗമുള്ള വ്യാപാര ബന്ധം ഉറപ്പിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു, അല്ലെ കേന്ദ്രമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ 1453 എന്താ സംഭവിച്ചത്? 1453 ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഈ ഭാഗം തുർക്കി എന്ന് പറയുന്ന തുർക്കികൾ ഇവിടം പിടിച്ചെടുത്തു. ഇതുവഴിയുള്ള യൂറോപ്പിയുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യൻ നിർബന്ധിതരായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമുദ്രപാത എന്ന് പറയുന്ന ഒരു ആൾട്ടർനേറ്റ് സംവിധാനത്തിലേക്ക് ആര് പോയത്? യൂറോപ്യർ പോയത്. അപ്പോൾ അതുവരെ യൂറോപ്യന്മാർ യൂറോപ്യർ എന്താ ചെയ്തത്? യൂറോപ്യർ യൂറോപ്യന്മാർ ഈ ഏഷ്യ എന്ന് പറയുന്ന ഈ വൻകരയിലേക്ക് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് എന്ത് ചെയ്തിരുന്നത്? വ്യാപാര ബന്ധം ഉണ്ടാക്കിയിരുന്നത്. അത് പിന്നീട് ആര് പിടിച്ചെടുത്തു? തുർക്കികൾ പിടിച്ചെടുത്തു 1453. അപ്പോൾ അതുവഴി വ്യാപാര ബന്ധത്തിന് പോകാൻ വഴിയില്ലാതെ വന്നു. അതുകൊണ്ടാണ് ഈ യൂറോപ്യർ ഈ കടൽ മാർഗം ഇങ്ങനെ ഒരു കടൽ മാർഗമുള്ള പാത കണ്ടെത്തിയത്. ആ കടൽ മാർഗമുള്ള പാത കണ്ടെത്താൻ യൂറോപ്യരെ പ്രേരിപ്പിച്ച ഘടകമാണ് നമ്മൾ നേരത്തെ നോക്കിയത്. യൂറോപ്യന്മാർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളുടെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അപ്പോൾ തുർക്കികൾ ഇങ്ങനെ പിടിച്ചെടുത്തപ്പോൾ അവർക്ക് 1453 ഇത് പിടിച്ചെടുത്തപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോൾ യൂറോപ്യർക്ക് ഏഷ്യയിലേക്ക് വരാൻ കടൽ മാർഗമല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് കണ്ടെത്തി. അതുകൊണ്ടാണ് ഈ കടൽ മാർഗം സ്വീകരിച്ചത്. അപ്പോൾ നോക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര. അപ്പോൾ നോക്ക്, അതിനു മുമ്പേ ഗാമയുടെ കപ്പലുകൾ ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ആദ്യമായിട്ട് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്കുള്ള യാത്ര വരുന്നത്. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അപ്പോൾ 1498 വാസ്കോഡ ഗാമ എവിടെ എത്തിച്ചേർന്നത്? കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിൽ യൂറോപ്യൻ ആധിപത്യത്തിൻ്റെ വഴി തുറന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വന്ന യൂറോപ്യർ ആരാ ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. 1498 വാസ്കോഡ ഗാമ കാപ്പാട് വന്നിറങ്ങി. യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന ആരാണ്? സാമൂതിരി രാജവംശമായിരുന്നു. ആരാണ് ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത്? അത് സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അറബികളായിരുന്നു. അപ്പോൾ ആദ്യത്തെ വിദേശികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ആദ്യത്തെ വിദേശികൾ അറബികളായിരുന്നു. എന്നാൽ ആദ്യത്തെ യൂറോപ്യന്മാരാരാ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ്? അറബികളായിരുന്നു കോഴിക്കോട് വ്യാപാര ബന്ധം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാരാനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. അപ്പോൾ അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജവംശമായിരുന്നു. അപ്പോൾ അറബികളെ ഒഴിവാക്കി ഈ പോർച്ചുഗീസുകാർക്ക് വ്യാപാരം ബന്ധം നടത്തണമെന്നുള്ള ഗാമയുടെ ആവശ്യം ആര് തള്ളി? സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ എവിടേക്ക് നേരെ പോയി? കോഴിക്കോട് നിന്ന് നേരെ ഈ കോഴിക്കോട് എന്ന് പറയുന്ന കാലിക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയി. അവിടെ അന്ന് ഭരിച്ചിരുന്ന ആരായിരുന്നു? അവിടെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി. കോലത്തിരി ആയിരുന്നു. അപ്പോൾ കണ്ണൂരിൽ കോലത്തിരി, കോഴിക്കോടിൽ സാമൂതിരി. അന്ന് സാമൂതിരി അറബികളുമായിട്ടുമായിരുന്നു കച്ചവട ബന്ധം. അപ്പോൾ ഗാമ വന്നപ്പോൾ പോർച്ചുഗീസുകാരുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് അദ്ദേഹം അംഗീകരിച്ചില്ല. അതുകൊണ്ട് കണ്ണൂരിലേക്ക് പോയി അവിടെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടി. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗീസിലേക്ക് മടങ്ങി. ഏത് കപ്പലിലാണ് അദ്ദേഹം വന്നിരുന്നത്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ യാത്രയിൽ തൻ്റെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടി അധികം മൂല്യമുള്ള ചരക്കുകളാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടക്കിയത്. അപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് യൂറോപ്യർ ഏഷ്യ എന്ന് പറയുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യ എന്ന് പറയുന്ന വൻകരയിലേക്ക് വന്നതും കടൽ മാർഗം വരാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് ഇവിടെ ഒരുപാട് ചരക്കുകളുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ കുരുമുളക് ഉൾപ്പെടെയുള്ള ഒരുപാട്
സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും എന്നവർക്കറിയാം. അപ്പോൾ അവർക്ക് ആ യാത്രയ്ക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടക്കിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഗാമയുടെ യാത്രയിലൂടെ, അപ്പോൾ ഗാമ എന്നാ വന്നത്? 1498 ഗാമ വന്നു. എവിടെയാണ് വന്നത്? കാപ്പാട് വന്നത്. ഓക്കെ, കാപ്പാട് എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ്. അന്ന് ആരാണ് കോഴിക്കോട് ഭരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അത് സാമൂതിരി രാജവംശമായിരുന്നു അന്ന്. ഓക്കെ, സാമൂതിരിക്ക് അറബികളുമായിട്ടായിരുന്നു കച്ചവട ബന്ധം. അപ്പോൾ സാമൂതിരിയെ ഈ ഗാമ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം, ഓക്കെ, ആ കച്ചവടത്തിൻ്റെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചില്ല. അതുകൊണ്ട് കണ്ണൂരിലെ കോലത്തിരിയുമായി അദ്ദേഹം കച്ചവടത്തിൽ ഏർപ്പെട്ടു. അവിടുന്ന് ഒക്കെ കുരുമുളക് ഒക്കെ അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗീസിലേക്ക് തിരികെ പോയി. ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്താൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. അപ്പോൾ ഈ സാമൂതിരി പോർച്ചുഗീസുകാരുമായിട്ടൊരു വ്യാപാര അനുമതി നൽകിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സാമൂതിരിക്കും അതുപോലെ തന്നെ പോർച്ചുഗീസുകാർക്കും ഇടയിൽ ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായ കുഞ്ഞാലി മരക്കന്മാരിൽ നിന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാവിക പടയാളികളായിരുന്നു ആരെ? കുഞ്ഞാലി മരക്കാന്മാർ. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്ന് പറയുന്ന കുഞ്ഞാലി മരക്കാന്മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ നാവിക പടയാളികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്ന ആരിൽ നിന്നാണ്? സാമൂതിരിയുടെ നാവിക തലവന്മാരിൽ നിന്നായിരുന്നു, കുഞ്ഞാലി മരക്കാന്മാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരക്കാന്മാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായിട്ടില്ല. അപ്പോൾ കുഞ്ഞാലി മരക്കാന്മാരായിരുന്നു ആരുടെ? സാമൂതിരിയുടെ നാവിക പടയാളികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കുഞ്ഞാലി മരക്കാന്മാർ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്തു സാമൂതിരിയെയും പശ്ചിമ തീരങ്ങളിലെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാന്മാരാണ്. കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക. ആരാണ് കുഞ്ഞാലി എന്ന് പറഞ്ഞാൽ? അതൊരു സ്ഥാനപ്പേരായിരുന്നു. കുഞ്ഞാലി മരക്കാന്മാരാണ്. കുഞ്ഞാലി മരക്കാർ എന്നതൊരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. ഓക്കെ, കുഞ്ഞാലി 1, കുഞ്ഞാലി മരക്കാർ 1, 2, 3, 4 എന്നീ 4 ആളുകളുണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3-മനായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട, കോഴിക്കോടുള്ള ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാ എന്നുള്ള ഒരു 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ആരാണ് പിടിച്ചെടുത്തത്? അത് കുഞ്ഞാലി 3-മനായിരുന്നു. കുഞ്ഞാലി 3-മൻ. അപ്പോൾ എന്താണ്? 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3-മനായിരുന്നു. കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. അപ്പോൾ കുഞ്ഞാലി 4-മനെ ആര് വധിച്ചു? പോർച്ചുഗീസുകാർ എവിടെ വെച്ച് വധിച്ചു? ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. അപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് ആ സമയത്ത് സാമൂതിരിയായിരുന്നു. സാമൂതിരി ഒക്കെ ഈ ഗാമയ്ക്ക് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാത്തത് കൊണ്ട് ഇവർ തമ്മിലൊരു സംഘർഷഭരിതമായിട്ടുള്ള ഒക്കെ ഒരു അന്തരീക്ഷമുണ്ടായി. ഏറ്റവും കൂടുതൽ ഈ സാമൂതിരിയെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ നാവിക പടയാളികളായ കുഞ്ഞാലി മരക്കാന്മാരാണ്. അതൊരു സ്ഥാനപ്പേരാണ്. അവർ വ്യത്യസ്ത കാലങ്ങളിലായി 4 പേരുണ്ടായിരുന്നു. കുഞ്ഞാലി 1, 2, 3, 4 എന്നീ പേരുകളാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഇതിൽ 3-മനാണ് ചാലിയം കോട്ട പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത്. 4-മൻ കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച് അതോടുകൂടി ആരുടെ? ഈ സാമൂതിരിയുടെ അധപതനവും തുടങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഒരുപാട് ഫലങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ് മൂലമാണ് ഈ വാക്കുകളൊക്കെ ഈ പദങ്ങളൊക്കെ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. ഏതൊക്കെയാണ്? കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ എന്നീ വാക്കുകളൊക്കെ പോർച്ചുഗീസുകാരിൽ നിന്ന് ലഭിച്ച പദങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് മാനുവൽ കോട്ടാണ്. മാനുവൽ കോട്ട അതാണ് ആദ്യത്തെ യൂറോപ്യൻ കോട്ട. കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളിൽ പോർച്ചുഗീസ് ആധിപത്യത്തിൽ കീഴിലായി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാ എന്നുള്ള ഒരു 1 മാർക്കിൻ്റെ ചോദ്യമാണ്, അല്ലെങ്കിൽ PSC ക്വസ്റ്റ്യൻ ആണ്. അതേതാണ്? അത് മാനുവൽ കോട്ടയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാ ചോദിച്ചാൽ അത് മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട എവിടെയാണ് പണിതതെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. കൊച്ചി അതുപോലെ തന്നെ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിൽ കീഴിലായി. അച്ചടി വിദ്യ പ്രചരിച്ചു. ഇവിടെ ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിച്ചു.
അല്ലെങ്കിൽ യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യർ പടക്കോപ്പുകളും യുദ്ധമറകളും അഭ്യസിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെയാണ് എന്തുകൊണ്ടുണ്ടായത്? ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ബന്ധത്തിൻ്റെ ഫലമായി ഉണ്ടായ മാറ്റങ്ങളാണ് ഈ പറഞ്ഞത്. എന്തൊക്കെയാണ് ഈ മലയാള ഭാഷയ്ക്ക് ലഭിച്ച പദങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒക്കെ പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അച്ചടവിദ്യ പ്രചരിച്ചു. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യർ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പോൾ നമ്മൾ നോക്കിയത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ഇന്ത്യയിലുണ്ടായ മാറ്റം. പോർച്ചുഗീസുകാർ ഗാമയുടെ നേതൃത്വത്തിൽ 1998 ഒരു കടൽ മാർഗ്ഗമാണ് വന്നത്. ആ കടൽ മാർഗ്ഗം വരാനുള്ള കാര്യം 1453 1453 കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന യൂറോപ്പിനെയും ഏഷ്യയെയും കണക്ട് ചെയ്യുന്ന ഒരു കരമാർഗ്ഗം തുർക്കികൾ പിടിച്ചെടുത്തതോടുകൂടിയാണ് വേറൊരു ആൾട്ടർനേറ്റ് പാത, കരമാർഗ്ഗമല്ലാതെ കടൽ മാർഗ്ഗം വരാനുള്ള ഒരു സാഹചര്യമുണ്ടായത്. അത് എന്തുകൊണ്ടുണ്ടായി എന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ പോയിന്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗാമ വന്നത് എന്നാണ്? 1498 എവിടെയാണ് വന്നത്? കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? കോഴിക്കോടാണ്. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയാണ്. സാമൂതിരിയുടെ നാവിക പടയാളികളാണ് കുഞ്ഞാലി മരയ്ക്കാന്മാർ. എത്ര പേരുണ്ടായിരുന്നു? 4 പേരുണ്ടായിരുന്നു. 1, 2, 3, 4. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4. അത് അദ്ദേഹത്തിൻ്റെ നാവിക പടയാളികളാണ്. അതൊരു സ്ഥാനപ്പേരാണ് എന്ന് മനസ്സിലാക്കണം. കുഞ്ഞാലി 3-മനായിരുന്നു. ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരിൽ നിന്ന്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത്. കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർ എവിടെ വെച്ച് വധിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗോവയിൽ വെച്ച് വധിച്ചു. അതോടുകൂടിയാണ് സാമൂതിരിയുടെ അധപതനം. ഇനി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നതോടുകൂടി ഉണ്ടായ കുറച്ച് മാറ്റങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ. തൊട്ടടുത്ത ക്ലാസ്സിൽ തൊട്ടടുത്ത ഒരു യൂറോപ്യൻ ശക്തിയുമായി നമ്മൾ വരാം. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്